എല്ലാവരും അറിഞ്ഞു കാണും. തലച്ചോറിനെ നിയന്ത്രിക്കുന്ന ചിപ്പ്, കുപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സെറ്റപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആ വാർത്തയുടെ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല. എന്നെക്കാളും നന്നായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. തലച്ചോറിനെ നിയന്ത്രിക്കുന്ന ഒരു ചിപ്പ്, അത് വെച്ചുള്ള കളികൾ, പലരുടെയും തലച്ചോറ് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള വകുപ്പ്. ഉള്ള കാര്യം പറയട്ടെ, ഈ പറയുന്ന ആൾക്കാരെ മുഴുവൻ അല്ലേ സൈക്കോളജിക്കലായിട്ട് പരിഗണിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ അവർ സ്വന്തമായിട്ട് പോയി ചികിത്സ തേടണം, അല്ലെങ്കിൽ അവരെ അതിലേക്ക് എല്ലാവരും നയിക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ പ്രാഥമികമായ അഭിപ്രായം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം ചിന്തകളൊക്കെ ഇത്തരക്കാർക്ക് വരുന്നത് എന്നുള്ളതിന് ഇപ്പോൾ ശാസ്ത്രീയമായ തെളിവുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പഴയ കാലം പോലെയല്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ശാസ്ത്രത്തെക്കുറിച്ച് അറിവില്ലാത്ത കാലത്ത് ഇങ്ങനെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രാജാവാണ്. അപ്പോൾ അങ്ങനെ മഹാന്മാരായ ആൾക്കാരെയൊക്കെ നിങ്ങൾക്കറിയായിരിക്കും. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. അപ്പം ഇന്ന് നമ്മളിതെല്ലാം മണ്ടത്തരങ്ങളായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഒന്നുകിൽ അത്തരം ആളുകൾ സ്വന്തമായിട്ട് തങ്ങൾക്ക് സംഭവിച്ചത് എന്താണെന്ന് ചിന്തിച്ച് ഒന്ന് സമാധാനമായിട്ടിരുന്ന് ചിന്തിച്ച് എല്ലാവരുമൊക്കെ ആയിട്ടൊന്ന് സംസാരിച്ച് അതിൻ്റെ നിജസ്ഥിതി സ്വന്തമായി ബോധ്യപ്പെടുക, അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സഹായം തേടുക. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട സഹായങ്ങൾ, ചികിത്സയിലോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് പാർട്ടും എൻ്റെ പരിധിയിൽപ്പെടുന്ന കാര്യമല്ല. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഇനി പറയാൻ പോകുന്ന കാര്യമാണ് എൻ്റെ പരിധിയിൽപ്പെടുന്ന കാര്യം. അതായത് ഈ പണ്ടൊക്കെ ആൾക്കാർ ദൈവത്തിനെയും സാത്താനെയൊക്കെ ആയിരുന്നു കാണുന്നത്. ഇപ്പോൾ ആൾക്കാർ കാണുന്ന ഏലിയനെ, അതുപോലെ തന്നെ വിചിത്ര പല വസ്തുക്കൾ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് കാണുന്നത്. അതപ്പോൾ ഈ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് ഈ മണ്ടന്മാർ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഇത് കണ്ടു ഇങ്ങനെ വന്നു, എനിക്കിത് അനുഭവപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇതിപ്പം എന്തോ പറയണേ, ഞാനൊരു ടെസ്റ്റ് ട്യൂബ് കണ്ടു. ഒരു ടെസ്റ്റ് ട്യൂബ് ആകാശത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്നു, ഇവിടെ കുത്തി, എന്നിട്ടിങ്ങനെ മുകളിലോട്ട് പൊങ്ങിപ്പോയി എന്ന് ഞാനങ്ങ് വന്ന് പറയുകയെന്ന് കരുതിക്കോ. അന്നേരം പണ്ടത്തെ ആൾക്കാരാണെങ്കിൽ ഓക്കെ, എന്താണ് ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഈ ടെസ്റ്റ് ട്യൂബ് എന്നല്ലായിരിക്കും പറയുന്നത്. പണ്ടത്തെ ആൾക്കാർക്ക് ടെസ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് അവർ വല്ലോ കപ്പക്കിഴങ്ങോ മാങ്ങയോ തേങ്ങ എന്നൊക്കെ ആയിരുന്നു വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് അതൊരു തേങ്ങ ശാസ്ത്രീയമല്ലല്ലോ. അതുകൊണ്ട് തേങ്ങ ശാസ്ത്രീയം അല്ലാത്തത് കൊണ്ട് പറയുമ്പോൾ നീ കണ്ടത് മണ്ടത്തരാണെങ്കിൽ കണ്ടതൊന്നുമില്ല, തോന്നലാന്ന് പറഞ്ഞ് തള്ളിക്കളയായിരുന്നു. ഇപ്പോൾ ഞാൻ ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുമ്പോഴത്തേനും അത് ടെസ്റ്റ് ട്യൂബ് എന്നാന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കെമിസ്ട്രി അറിയായിരിക്കണം. ഏറ്റവും കുറഞ്ഞ വർഷം എൻ്റെ ഉള്ള അറിവ് വെച്ച് ഞാൻ പറയുന്നതാണ്. ഇനി വേറെ വല്ലയിടത്തും ടെസ്റ്റ് ട്യൂബിൻ്റെ പരിപാടികളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ടെസ്റ്റ് ട്യൂബ് പഠിച്ചിട്ടുള്ളത് കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടാണ്. എനിക്കറിയത്തില്ല, നോക്കുക. ഏതായാലും ടെസ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞപ്പോൾ ടെസ്റ്റ് ട്യൂബ് ശാസ്ത്രമാണല്ലോ, ശാസ്ത്രജ്ഞന്മാരുടെ പരീക്ഷണശാലകളിൽ ഉള്ള സാധനമാണ്. ഈ മീൻചന്തയിൽ ഐസ് എന്ന് പറയുന്ന പോലെ ടെസ്റ്റ് ട്യൂബ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് കളിയാക്കി പറയുന്നതല്ല. അപ്പോൾ ഈ അല്പസ്വല്പം അറിവുള്ളവരെല്ലാം ഈ ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുമ്പോഴത്തേനും ഉടനെ തന്നെ ഡോക്ടർമാരുടെ ഇത് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്ന പോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരുടെ സാധനമാണ് ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബിൽ ഇങ്ങനെ പല ലായനികൾ കുളുകുളുന്നിങ്ങനെ പുകയൊക്കെ വരുന്നത്. അപ്പോൾ അതാണല്ലോ എല്ലാവർക്കും പ്രാഥമികമായിട്ട് അറിവുള്ളത്. അതുകൊണ്ട് ഞാനൊരു തമാശ രൂപേണ പറഞ്ഞാണ്. അപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ടെസ്റ്റ് ട്യൂബ് ശാസ്ത്രജ്ഞൻ വന്നു. അപ്പോൾ അത് സത്യമാകാൻ വഴിയുണ്ടല്ലോ. കാരണം മാങ്ങയും തേങ്ങയും ചക്കയൊന്നും അല്ല കണ്ടത്, ടെസ്റ്റ് ട്യൂബാണ് കണ്ടത്. സാധ്യതയുണ്ടല്ലോ. പിന്നെ അതിൻ്റെ പുറകെ ചർച്ചയായി അത് ഏതെങ്കിലും അന്യഗ്രഹ ജീവികളുടെ ഞാൻ പറയുന്നില്ല, താഴെ പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പുറകെ അങ്ങ് അടിച്ചു വിടുകയാണ്. അപ്പോൾ അങ്ങനെ ഈ പല വകുപ്പുകൾ ആൾക്കാരും പല സംഭവങ്ങളും ഇങ്ങനെ കാണുകയും ഏലിയനിൽ നിന്നും ഗർഭം ധരിക്കുന്ന സ്ത്രീകൾ വരെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് അതിൻ്റെ കുറിച്ച് അറിയത്തില്ല. അത്രയും മണ്ടത്തരങ്ങളൊന്നും കേൾക്കാനോ അറിയാനുള്ള ഭാഗ്യം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കേട്ടെന്നേ ഉള്ളൂ പലയിടത്തുനിന്നുമായിട്ട്. അതറിയാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ എന്താ പറയുക, ഇതാണ് സംഭവം. ഇങ്ങനെയുള്ള കക്ഷികളൊക്കെ ഉണ്ട് ലോകത്ത്. അപ്പോൾ ആരും ദൈവത്തിനെയും സാത്താനെയും യക്ഷീനെയും ഒന്നും അല്ല കാണുന്നത്. ശാസ്ത്രീയപരമായ പല കാര്യങ്ങളുമാണ് കാണുന്നത്. ടെസ്റ്റ് ട്യൂബ്,
അതുപോലെ തന്നെ പിന്നെ നമ്മുടെ അന്യഗ്രഹ ജീവികളുടെ പേടകം, പിന്നെ അങ്ങനെ അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അന്യഗ്രഹ ജീവിനെ, അങ്ങനെ പല സംഭവങ്ങളുമുണ്ട്. അപ്പോൾ അതുപോലെ ഒരു സാധനമാണ് ഈ തലച്ചോറിനെ ഹാക്ക് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ പലതും പറയും. അതായത് ഈ എനിക്കതിനെപ്പറ്റി പൂർണ്ണമായിട്ടുള്ള അറിവില്ല, എന്നാലും എൻ്റെ പ്രാഥമികമായ അറിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതത്തിൽ നിന്ന് വിട്ട് എന്നാൽ ശാസ്ത്രത്തിൽ എത്താത്ത ആളുകൾ തീർന്നില്ല, അതിൽ കുറച്ച് ചാഞ്ചല്യമുള്ള ആൾക്കാർ നോക്കുമ്പോഴത്തേനും അവർക്ക് ഇതിവിടുന്ന് ഈ മതത്തിൽ ഉറച്ച് നിൽക്കാനും പറ്റാത്ത അവസ്ഥയാണ്. അവിടുന്ന് പോരുകയും ചെയ്തു, എന്നാൽ മറ്റേ കാര്യത്തിലോട്ട് നിൽക്കാനും ഉള്ള കഴിവില്ല, അതൊട്ട് മനസ്സിലാവത്തുമില്ല എന്നുള്ളത് വരുമ്പോഴത്തേനും ഇവർ ഈ കിടന്നുണ്ട് ഇവരുടെ ഷിവറിങ് ആണ്. പിന്നെ ഈ സംഭവത്തിലോട്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലോട്ട് ആളുകൾ ഇങ്ങനെ പോകും. അത് ഓരോരുത്തരുടെ തലച്ചോറിൻ്റെ എന്തോ പറയണേ, ഈ എബിലിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ തലച്ചോറ് എങ്ങനെയാണോ ആ രീതിയിലോട്ട് ആ കാര്യങ്ങളെ അവർ കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള തോട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. തലച്ചോറിനെ ആരോ നിയന്ത്രിക്കുന്നു, തലച്ചോറ് ആരോ ഹാക്ക് ചെയ്തു. തലച്ചോറിനെ ഹാക്ക് ചെയ്തിട്ട് എന്തുണ്ട കിട്ടാനാണ്? അതൊക്കെ ഈ പഴയ കാലത്തെ ആൾക്കാർ പറയണതാണ്, ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ഉണ്ട കിട്ടുമെന്ന്. അതൊക്കെ പണ്ടത്തെ കാലത്തായിരുന്നു രഹസ്യങ്ങൾ. ഇപ്പോൾ രഹസ്യമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പണ്ടൊന്നും ആൾക്കാർക്ക് വെളിവില്ലായിരുന്നു, അതുകൊണ്ട് രഹസ്യങ്ങൾ പരസ്യമായി കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി രണ്ട് കൂട്ടർക്കും ഇല്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ആരുടെയെങ്കിലും ഒരു സീക്രട്ടായിട്ടുള്ള കാര്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരും അങ്ങോട്ട് നോക്കുകയോ അതിലിടപെടുകയോ ഒന്നും ചെയ്യാത്ത അത്രയും നമ്മൾ മര്യാദ പഠിച്ചിട്ടുണ്ട് ഇപ്പം. അന്നേരമാണ് തലച്ചോറിനി ഹാക്ക് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഇത് അങ്ങനെ പറയുന്നത്. ഏതായാലും കുഴപ്പമില്ല, എനിക്കൊരു ഷോർട്ട് ഫിലിമിൻ്റെ സബ്ജക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ ഈ ഒരു ഇതിൽ എല്ലാം വർക്കൗട്ട് ചെയ്യാവുന്നു. പറഞ്ഞു വന്നപ്പോൾ കിട്ടിയതാണ്. ഇങ്ങനെ ഒരു സബ്ജക്റ്റ് തപ്പി നടക്കുമായിരുന്നു. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ മുൻനിർത്തിയാണ് ഇനി ഇങ്ങനെ ഒരു സംഭവങ്ങൾ, കുറച്ച് ഞാൻ കേട്ട കുറച്ച് വാർത്തകളും എൻ്റെ അറിവൊക്കെ വെച്ച് ഇനി ഇത്തരം സംഭവങ്ങളെല്ലാം കൂടുതൽ വരാനിരിക്കുന്നു എന്നുള്ളത് മുന്നിൽ കണ്ട് ഞാൻ പണ്ട് ഏലിയൻ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. പലരും എന്നോട് ചോദിച്ചത് എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നതെന്നും മനസ്സിലായില്ലല്ലോ എന്ന്. പതുക്കെ ഇനി ലോകം മാറുന്നതിനനുസരിച്ച് ഞാൻ ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലായിക്കൊള്ളൂ. ഇപ്പോൾ ഏലിയൻ എന്തുകൊണ്ടാണ്, ഏലിയൻ എന്ന് പറഞ്ഞ എൻ്റെ ഷോർട്ട് ഫിലിം 1 മിനിറ്റേ ഉള്ളൂ. അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. അതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം സകല ഐറ്റങ്ങളുടെ കാര്യം വളരെ പൊതുവായി അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് വിശദീകരിച്ച് ചെയ്യാൻ മടിയായതുകൊണ്ട്, അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട്, സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് വളരെ ഷോർട്ടാക്കി ചെയ്തു വെച്ചത്. എനിക്കറിയാം ഇത്തരം കാര്യങ്ങൾ ഇനി വരുമെന്നുള്ളത്. കാരണം ഇത്തരം ടെൻഡൻസികൾ നമുക്കും ഉണ്ടേ. നമുക്ക് പിന്നെ അത്യാവശ്യം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ വെളിവുള്ളവരായതുകൊണ്ടും നമുക്ക് കറക്റ്റ് ഇൻഫർമേഷൻ ലഭിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെ ഉള്ളതുകൊണ്ടും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ തലച്ചോറ് ഹാക്ക് ചെയ്യുമെന്നൊക്കെ പറയുകയാണെങ്കിൽ, എനിക്കൊക്കെ പറയാനാണെങ്കിൽ 100 കാര്യങ്ങളുണ്ട് ഇതുപോലെ. പലതും ഹാക്ക് ചെയ്യപ്പെട്ട കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഈ സബ്ജക്റ്റ് പറഞ്ഞതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടാണ് ഞാൻ ഏലിയൻ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഇത്തരം കാര്യങ്ങളെ ബന്ധപ്പെടുത്തി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എല്ലാവരുമായിട്ട് പറയാനായിട്ടാണ് ഈ ഒരു സബ്ജക്റ്റ് ഇപ്പോൾ എടുത്തിട്ടത്, വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല. അപ്പോൾ താങ്ക് യു.